Hi friends, welcome back to Shobha Tailors. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ജാക്കറ്റ് കുർത്തിയാണ്. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ കോട്ടൺ ഫാബ്രിക് ആണ്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. പിന്നെ എടുത്തിരിക്കുന്നത് 2 മീറ്റർ ലൈനിങ്, പിന്നെ നമ്മൾ ഒരു 1/2 മീറ്റർ ബ്രൊക്കേഡിന്റെ ഫാബ്രിക്കും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മെഷർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്ലോത്ത് എടുക്കുക. മെയിൻ ക്ലോത്ത് എടുത്തിട്ട് അതിനെ 4 ആയിട്ട് മടക്കി എടുക്കുക. കേട്ടോ, അപ്പൊ 4 ആയി നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്തു. ഇത് ഫോൾഡഡ് സൈഡ് ആണ്, ഇത് ഓപ്പൺ സൈഡ് ആണ്. കേട്ടോ, ഇവിടെ 4 ലെയേഴ്സ് ക്ലോത്ത് ഉണ്ട്. ഇനി നമ്മൾ ഇതില് മെഷർമെന്റ്സ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പായി ഇത് കണ്ടോ, ഈ സൈഡ് അൺഇവൻ ആയിട്ടാണ് കിടക്കുന്നത്, കയറി ഇറങ്ങി. അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിൽ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യാം. ഈ ഭാഗത്തു നിന്ന് താഴേക്കാണ് നമ്മൾ മെഷർമെന്റ്സ് മാർക്ക് ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയ ലെങ്ത് 42 ഇഞ്ചാണ്. സോ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ലെങ്ത്തോടെ ഞാൻ കൂട്ടി 43.5 ഇതിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അത് 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ശേഷം ഇനി നമ്മൾ ഈ ബ്രൊക്കേഡിന്റെ ഫാബ്രിക് 2 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഫോൾഡഡ് സൈഡിന്റെ മുകളിൽ വെക്കുക. കണ്ടോ, ഇതുപോലെ വെക്കുക. എക്സ്ട്രാ നിൽക്കുന്ന ഫാബ്രിക് കട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ ഞാനത് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഷർമെന്റ്സ് അടയാളപ്പെടുത്താൻ പോവുകയാണ്. സോ ഫസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡർ ആണ്. ഷോൾഡർ 14 ഇഞ്ചാണ്. അതിന്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാവുന്നതാണ്. സോ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിനുശേഷം നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ആം ഹോൾ മെഷർമെന്റ് ആണ്. സോ ആം ഹോൾ ഷോൾഡറിന്റെ അതേ മെഷർമെന്റ് തന്നെയാണ് ആം ഹോൾ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ ഒരു 7 ഇഞ്ച് നമ്മൾ ആം ഹോൾ മെഷർമെന്റ് മാർക്ക് ചെയ്തെടുക്കുക. ഈ ലൈനിന്റെ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ ബേസ്റ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്ത് നിന്നും. കേട്ടോ, അപ്പൊ ബേസ്റ്റ് ഔട്ട് മെഷർമെന്റ് എത്രയാണോ, ഇപ്പം ഇതിൽ ഈ മെഷർമെന്റിൽ 34 അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8.6 വരും. അത് ഫോൾഡഡ് സൈഡിൽ നിന്നും ഒന്ന് മാർക്ക് ചെയ്യുക. ശേഷം 1/2 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്യുക. പിന്നെ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടി മാർക്ക് ചെയ്തെടുക്കുക. അപ്പൊ അത്രയും മാർക്ക് ചെയ്തു. ഇനി ബേസ്റ്റിന്റെ 7 ഇഞ്ച് താഴെയായിട്ടാണ് നമ്മുടെ വേസ്റ്റ് പോയിന്റ് വരുന്നത്. സോ ആ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. വലിയ കുർത്തിയൊക്കെ ആണെങ്കിൽ 7.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൽ 29.5 വേസ്റ്റ് മെഷർമെന്റ് വരുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് ലൂസ് നമ്മൾ മാർക്ക് ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തതേ ഉള്ളൂ. ഇനി ഈ പോയിന്റിൽ നിന്നും 7 ഇഞ്ച് താഴെയായിട്ടാണ് നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്യുന്നത്. സോ ഹിപ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഹിപ്പ് മെഷർമെന്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. പ്ലസ് 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സീം അലവൻസിന്റെ പോയിന്റ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആം ഹോളിന്റെ പോർഷനിൽ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ കോർണറിലേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ഇത് ബാക്ക് ആം ഹോൾ കർവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആം ഹോൾ ലൈനിന്റെ പകുതി കാണുക, മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. പകുതി കണ്ടുപിടിച്ചതിന് ശേഷം അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മിഡ് പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇത് ഫ്രണ്ട് ആം ഹോൾ കർവാണ്. ഇനി നെക്കിന്റെ വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്, അത് വരച്ചു കൊടുക്കുക. ബാക്ക് നെക്ക് ലെങ്ത് 3 ഇഞ്ച് തന്നെയാണ്. സോ നമ്മൾ ബാക്ക് നെക്കാണ് ആദ്യമേ വരയ്ക്കുന്നത്. സോ താഴേക്ക് 3 ഇഞ്ച് ലെങ്ത് എടുക്കുക. എന്നിട്ട് ഒരു ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വരച്ചതിന് ശേഷം നമ്മൾ ഒരു റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. സോ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു. ഇനി ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച് താഴ്ത്തിയാണ് വരയ്ക്കുന്നത്. സോ 6 ഇഞ്ച് താഴെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം 3 ഇഞ്ച് വിഡ്ത്ത് തന്നെ മാർക്ക് ചെയ്യുക. ശേഷം ഇതും ഒരു ബോക്സ് ഷേപ്പിൽ വരയ്ക്കുക. പിന്നെ റൗണ്ട് ആയിട്ട് ആണ് നെക്ക് ലൈൻ ചെയ്യുന്നത്. സോ റൗണ്ട് നെക്ക് വരച്ചു കൊടുത്തു. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ജാക്കറ്റിന്റെ ഷേപ്പ് വരയ്ക്കുന്നതിന് വേണ്ടി താഴേക്ക് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് വരച്ച ആ പോയിന്റിൽ നിന്നും നമുക്ക് ഈ ഒരു ഷേപ്പിൽ
വരയ്ക്കാം. ഇത് ജാക്കറ്റിന്റെ ആ ഒരു ഷേപ്പാണ് നമ്മൾ വരയ്ക്കുന്നത് കണ്ടോ. ഒരു എസ് പോലെയുള്ള ഷേപ്പ് ദാ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. വേസ്റ്റ് വരെയുള്ള ജാക്കറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ജാക്കറ്റിന്റെ ലെങ്ത് നമ്മൾ വേസ്റ്റ് വരെ എടുക്കുന്നുള്ളൂ. സോ ഈ വേസ്റ്റിന്റെ പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പൊ അത് ഈസി ആയിരിക്കും നമുക്കിത് ചെയ്യാനായിട്ട്. ഇനി ജാക്കറ്റിനെ ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടി സൈഡിൽ നിന്നും കുറച്ച് മാറ്റി ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ജാക്കറ്റ് വരയ്ക്കാം. അപ്പൊ ജാക്കറ്റിന്റെ ഷേപ്പ് ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ശേഷം നമ്മൾ ഹിപ്പിന് എത്രയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത്, സീം അലവൻസ് കഴിഞ്ഞ് ഫുൾ സീം അലവൻസ് എടുക്കരുത്, ലൂസും കൂടെ ചേർത്ത് എത്രയാ വരുന്നതെന്നുള്ളത് അതേപോലെ തന്നെ താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുക. ശേഷം ഈ 2 പോയിന്റും എന്ത് ചെയ്യുക, ഒന്ന് യോജിപ്പിച്ചെടുക്കുക. സ്ട്രെയിറ്റ് കുർത്തി ആയതുകൊണ്ടാണ് ഹിപ്പിന്റെ അതേ മെഷർമെന്റ് നമ്മൾ എടുക്കുന്നത്. അതല്ലെങ്കിൽ 1-2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് താഴെ കൂട്ടാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളിന്റെ പോർഷൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ ബാക്ക് ആം ഹോൾ കർവ് ആണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ആം ഹോൾ കർവ് കട്ട് ചെയ്തു. അതുപോലെ തന്നെ നെക്കിന്റെ പോർഷൻ വരുമ്പോൾ നമ്മൾ ബാക്ക് നെക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ബാക്ക് പീസ് മാറ്റി വെക്കുക, ബാക്ക് പീസ് പുറകോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ആണ് കട്ട് ചെയ്യുന്നത്. സോ ഫ്രണ്ട് നെക്ക് ലൈൻ വെട്ടിയെടുക്കാം, ഫ്രണ്ട് ആം ഹോൾ കർവ് വെട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ലൈനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസും മാറ്റി വെക്കുക. ശേഷം നമ്മൾ ജാക്കറ്റ് ആണ് കട്ട് ചെയ്തത്. നമ്മൾ ആ വരച്ച അതേ അളവിൽ കൂടി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ജാക്കറ്റിന്റെ ഷേപ്പ് എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ തുണി നമ്മൾ ബാക്കി വന്നിരിക്കുന്ന ബ്രൊക്കേഡിന്റെ അത് മാറ്റി വെക്കണം. നമുക്ക് അതിൽ ആവശ്യമുണ്ട്, ഡോരിയൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്ത മെയിൻ ക്ലോത്ത് ആണ്. ഇനി ലൈനിങ് ക്ലോത്ത് ഇത് വെച്ച് തന്നെ വെട്ടിയെടുക്കണം. അപ്പൊ ഇതില് പ്രത്യേകത എന്താ, മെഷർമെന്റ് എല്ലാം സെയിം ആണ്, ലെങ്ത് മാത്രം കുറച്ച് കുറഞ്ഞിരുന്നാൽ മതി. ലൈനിങ്ങിന്റെ 1-2 ഇഞ്ച് നമുക്ക് കുറച്ചെടുക്കാം. അങ്ങനെ ഞാൻ അത് വെച്ച് ലൈനിങ്ങിന്റെ ഫാബ്രിക് വെട്ടിയെടുത്തിട്ടുണ്ട്. ലെങ്ത് ഇച്ചിരി കുറവാണ്, 2-3 ഇഞ്ച് കുറവാണ് കേട്ടോ. അങ്ങനെ മതി, അങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ടത്. ഇനി സ്ലീവ് വെട്ടുന്നതിന് മിച്ചം വന്ന ഫാബ്രിക് എടുക്കുക, അതിനെ നമ്മൾ 4ആയിട്ട് മടക്കുക. അതിനുശേഷം നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. എത്രയാണോ ലെങ്ത് അതിന്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ കൂട്ടണം. അത് നിങ്ങളുടെ ലെങ്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇത് എനിക്ക് മാക്സിമം ഇത്രയും ലെങ്തേ കിട്ടത്തുള്ളൂ, കാരണം തുണി ഇത്രയേ ഉള്ളൂ, കുറവായിരുന്നു തുണി. അപ്പം ഇത് 14 ഇഞ്ച് ലെങ്ത് ആണ്. സോ 14 ഇഞ്ച് ലെങ്ത് എടുക്കുക. പിന്നെ ആം ഹോള് മാർക്ക് ചെയ്യുക 7 ഇഞ്ച്, ഫോൾഡഡ് സൈഡിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാൻ. പിന്നെ അവിടെ നിന്ന് ആം ഹോൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും അകത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം ഈ കോർണറിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഈ കോർണറിലേക്ക് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ബാക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഒരു കർവ് ഷേപ്പിൽ ബാക്ക് ആം ഹോൾ കർവ് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് വരയ്ക്കുക. ഫ്രണ്ട് ആം ഹോൾ കർവ് ഇത് കണ്ടോ, ഒരു എസ് ഷേപ്പിൽ അകത്തേക്ക് കുഴിച്ച് ഒരു എസ് ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കർവ്. ഇനി നമ്മൾ സ്ലീവ് ലൂസ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്ലീവ് ലൂസ് 10 ഇഞ്ചാണ് വരുന്നത്. സോ അതിന്റെ പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുക. ഇവിടെ നിന്ന് സീം അലവൻസ് നമ്മൾ കൊടുക്കുക. അപ്പൊ അത് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി സീം അലവൻസ് ഇട്ട പോയിന്റ് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് ആം ഹോൾ കർവ് ആണ് ആദ്യമേ കട്ട് ചെയ്യേണ്ടത്. ശേഷം സെന്റർ ഭാഗത്ത് നമുക്ക്, അതായത് സ്ലീവിന്റെ സെന്ററിൽ ഒരു നോച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മടക്ക് ഭാഗം ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രമേ ഫ്രണ്ട് ആം ഹോൾ കർവ് കട്ട് ചെയ്യാവുള്ളൂ. കണ്ടോ, ഇനി നമുക്ക് സൈഡ് റോങ് സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഇൻറ്റു മാർക്ക് വെച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റുക. ഇനി നമ്മൾ ബ്രൊക്കേഡിന്റെ ഫാബ്രിക് എടുക്കുകയാണ്. ഇത് സ്ലീവിൽ പിടിപ്പിക്കാനായിട്ടാണ്. ഈ ഒരു വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് സ്ലീവിൽ പിടിപ്പിക്കാനായിട്ട്. അപ്പൊ അത് നിങ്ങൾ ഇഷ്ടമുള്ളത് വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എത്ര വീതി വേണം എന്നനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. വീതി കൂടുതൽ വേണമെങ്കിൽ വീതി കൂടുതൽ വെക്കാം. അതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും താഴ്ഭാഗത്ത് ബോട്ടം പാർട്ടിൽ പിടിപ്പിക്കാനും ഞാൻ ഇതിൽ നിന്ന് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വീതി വേണോ അത്ര വീതിയിൽ ചെയ്തെടുക്കാം. അടുത്തത്
ലൈനിങ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. രണ്ടിന്റെയും ഫ്രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ആദ്യമേ. അപ്പോൾ നമ്മൾ ലൈനിങ് ആദ്യമേ വിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം മെയിൻ ഫാബ്രിക് അതിന് മുകളിൽ വിരിച്ചിടുകയാണ്. മെയിൻ ഫാബ്രിക്കിന്റെ റോങ് സൈഡ് മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ വിരിച്ചിട്ടിരിക്കുന്നത്. സോ അത് എന്നിട്ട് പ്രോപ്പർ ആയിട്ടൊന്ന് അലൈൻ ചെയ്തെടുക്കുക. അലൈൻ ചെയ്തതിന് ശേഷം നെക്കിന്റെ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. നോച്ചസ് ഇട്ടതിന് ശേഷം ഇതിനെ നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. നല്ല വശത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം നെക്ക് പോർഷൻ ഈ ഭാഗത്ത് കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇനി ലൈനിങ്ങും മെയിനും ഒന്നുകൂടി ഒന്ന് ജോയിൻ ചെയ്യണം. അതായത് ഈ ആം ഹോൾ തൊട്ട് ഹിപ്പ് വരെ, ഷോൾഡർ തുടങ്ങി ആം ഹോൾ തൊട്ട് ഹിപ്പ് വരെ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അത് ചെയ്യുക. ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്ത്. അടുത്തത് ജാക്കറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ജാക്കറ്റ് പോർഷൻ. അതിനുവേണ്ടി ജാക്കറ്റിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 2 ഡോരി ചെയ്തെടുത്തിട്ടുണ്ട്. ഡോരി ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഡോരി ഇതേപോലെ കറക്റ്റ് ജാക്കറ്റിന്റെ നല്ല വശത്ത് ഈ ഒരു ഭാഗത്തായിട്ട് 2 ഡോരിയും വെച്ച് സെക്യൂർ ചെയ്തെടുക്കുക. ശേഷം ഞാൻ ക്രോസ് പീസസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ മേൽഭാഗത്ത് നിന്നും തുടങ്ങി ഇത് കണ്ടോ, ഇത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നിൽക്കുന്ന ക്രോസ് പീസസിന്റെ ഫാബ്രിക് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുക. ശേഷം ഇതിന് നോച്ചസ് കൊടുക്കുക. നമ്മളിതിന് റോങ് സൈഡിലോട്ട് തിരിച്ചെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി നോച്ചസ് കൊടുത്ത് റോങ് സൈഡിലേക്ക് തിരിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പൊ എങ്ങനെയാ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാം. നല്ല വശത്ത് നിന്നും റോങ് സൈഡിലേക്ക് ഇത് മടക്കി വെക്കുക. ശേഷം എന്ത് ചെയ്യണം, ഒരു സ്റ്റിച്ച് ഇതുപോലെ ചെയ്യുക. ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, റോങ് സൈഡ് ഇതേപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് അതിന്റെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ജാക്കറ്റിന്റെ ഒരു പോർഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത പോർഷൻ നിങ്ങൾക്ക് തയ്യാറാക്കാം. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മളിപ്പോ ഡോരി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഡോരിയുടെ അറ്റത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടസലോ മുത്തോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചു കൊടുക്കാം. ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഒരുപാട് തവണ നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ ഈ ജാക്കറ്റിന്റെ ഈ പോർഷൻസ് വെച്ചു കൊടുക്കുകയാണ്. നല്ല വശമാണ് ഫ്രണ്ട് പീസിന്റെ വെച്ചിരിക്കുന്നത്. അതിന്റെ മേളിൽ ഇതേപോലെ ജാക്കറ്റ് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടോ ഷോൾഡർ തൊട്ട് ആം ഹോൾ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതും അതേപോലെ തന്നെ ഷോൾഡർ തൊട്ട് ആം ഹോൾ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ അത് 2 സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി കണ്ടോ, നമ്മള് താഴത്തെ ഫ്രണ്ട് പീസിൽ വെക്കാൻ വേണ്ടി ഞാൻ വീതിയിൽ കട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്രൊക്കേഡ് പീസസ് ആണ്. അത് മുഴുവൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് റോങ് സൈഡിൽ ഇട്ട് കൊടുക്കുക. റോങ് സൈഡിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എഡ്ജസിൽ ഈ ബ്രൊക്കേഡ് പീസസ് റോങ് സൈഡ് മുകളിലാകുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം എഡ്ജ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇപ്പുറത്തേക്ക് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. ശേഷം ഈ താഴ്ഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം അറ്റം ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മുടെ ലൈനിങ് ഫാബ്രിക് അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചു കൊടുക്കുക. അത് ചെയ്തു. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും ചെയ്തെടുക്കണം. ബാക്ക് പീസ് ജാക്കറ്റ് ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടിഭാഗം ഇതേപോലെ തന്നെ ബാക്ക് പീസിന്റെയും ചെയ്തെടുക്കുക. അപ്പൊ അത് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പൊ സ്ലീവിന്റെ റോങ് സൈഡ് ആണ് എടുത്തിരിക്കുന്നത്. റോങ് സൈഡിന്റെ മുകളിൽ ബ്രൊക്കേഡ് ഫാബ്രിക്കിന് റോങ് സൈഡ് വെക്കുക. ശേഷം എഡ്ജ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. കണ്ടോ, എന്നിട്ട് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പൊ ഇതിന്റെ വീതി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. വീതി കൂടുതലുള്ളവർക്ക് വീതി കൂടുതൽ എടുക്കുക. അപ്പൊ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ 2 സ്ലീവും ചെയ്തെടുക്കുക. ശേഷം ഇത് ബാക്ക് പീസ് ആണ്. നമ്മൾ അടിഭാഗത്ത് ബ്രൊക്കേഡിന്റെ പീസൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്.
പിന്നെ അത് നല്ല വശത്താണ് കിടക്കുന്നത്. അതിന്റെ മേളിൽ നമ്മൾ ഫ്രണ്ട് പീസ് റോങ് സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ വിരിച്ചിട്ടതിന് ശേഷം, അതായത് നല്ല വശം രണ്ടും അഭിമുഖമായി വെച്ചതിന് ശേഷം ഷോൾഡർ രണ്ടിന്റെയും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പൊ അതാ ഞാനത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾ ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്ലീവ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഷോൾഡർ ലൈനിൽ കണ്ടോ, ഈ ഷോൾഡർ ഭാഗത്താണ് സ്ലീവിന്റെ സെന്റർ പോർഷൻ ആണ് വെച്ചു കൊടുക്കുന്നത്. സ്ലീവിന്റെ സെന്റർ പോർഷൻ എന്താ വെച്ചു കൊടുക്കുക. അപ്പൊ രണ്ടിന്റെയും നല്ല വശം അഭിമുഖമായിട്ടാണ് വെക്കേണ്ടത്. കണ്ടോ? ഇത് ഫ്രണ്ട് ആം ഹോൾ കർവ് ആണ്, ഇത് നമ്മുടെ ജാക്കറ്റിന്റെ ഫ്രണ്ട് ആം ഹോൾ കർവ് ആണ്. സോ ഈ സെന്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. സെന്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കർവ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം വീണ്ടും നമ്മൾ സെന്ററിൽ വരിക, ഇതേപോലെ തന്നെ ബാക്ക് ആം ഹോൾ കർവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ? അപ്പൊ അത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പൊ രണ്ട് സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഷോൾഡർ ലൈനിൽ നിന്നും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കുർത്തിയുടെ സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ എത്രയോ സീം അലവൻസ് ഇട്ടിട്ടുണ്ടോ അത്രയും പോർഷൻ ആണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യേണ്ടത്. കണ്ടോ? അപ്പൊ അത് ഇവിടെ നിന്ന് സൈഡ് ജോയിൻ ചെയ്ത് ഹിപ്പ് വരെയാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അതേപോലെ ഈ സൈഡും ജോയിൻ ചെയ്തെടുക്കുക. അപ്പൊ രണ്ടിന്റെയും സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് സ്ലിറ്റ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ലിറ്റിന്റെ നമുക്ക് റോങ് സൈഡിലേക്ക് ചുരിദാർ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ? ഈ ഭാഗം ആദ്യമേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും അകത്തേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമേ ഇതാണ് നമ്മൾ ബോട്ടം പാർട്ടാണ് ഫ്രണ്ട് പീസിന്റെ, അത് താഴെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് തുടങ്ങി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റിന്റെ ഈ പോർഷൻ ആകുമ്പോൾ അവിടെ നിന്നും കുറച്ചുകൂടെ 1 ഇഞ്ച് കൂടെ മേളിലേക്ക് തയ്ക്കുക. തയ്ച്ചതിന് ശേഷം സൂചി കുത്തി നിർത്തി വേണം ഫാബ്രിക് തിരിക്കാനായിട്ട്. അങ്ങനെ ഫാബ്രിക് തിരിച്ച് ഇതേപോലെ ഒന്നുകൂടെ മടക്കി ഇതിന്റെ അറ്റം വരെ വീണ്ടും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് തയ്ക്കുക. തയ്ച്ച് അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ വീണ്ടും സൂചി കുത്തി നിർത്തി ഫാബ്രിക് തിരിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി കൂടി നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ? അപ്പൊ സ്ലിറ്റിന്റെ പോർഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ 2 സ്ലിറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ചുരിദാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ജാക്കറ്റ് കുർത്തിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.